മഴുവന്നൂർ പുളിന്താനം ഓടക്കാലി പള്ളികളുടെ സുപ്രീം കോടതി വിധി നടത്തിപ്പിൽ സമാധാനപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം വേണമെന്ന് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് കേസ് 2 ആഴ്ചത്തേക്ക് നീട്ടി. ഇരട്ടത്താപ്പ് കാണിക്കുന്ന സർക്കാർ ഇങ്ങനെ സമയം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. കോടതി അത് കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ നടക്കുന്നത് പിൻവാതിൽ പ്രീണനം മാത്രം. ക്ഷമിക്കാനും സഹിക്കാനും ഓർത്തഡോക്സ് സഭയും. കേസുകൾ കോടതിയിൽ വരുന്നതിൻ്റെ തലേന്ന് സർക്കാരിലെ ഉന്നതരുമായി ഒരു വിഭാഗം രഹസ്യമായി ചർച്ച നടത്തുന്നത് എന്തിനാണ്? നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂപ്പുകൂട്ടി അന്തർധാര കനിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പൊതുജനം സംശയിച്ചാൽ തെറ്റു പറയാനാകുമോ? വിധി നടപ്പാക്കുന്നത് തടയില്ലെന്ന് യാക്കോബായ വിഭാഗം പറയും. അത് അവരുടെ സ്ഥിരം നമ്പറാണ്, ഉഡായിപ്പാണ്. അപ്പോൾ പിന്നെ ആരാണ് തടസ്സം? ആരാണ് തടയുന്നത്? സർക്കാരോ? സർക്കാർ എന്തിനാ തടയുന്നത്? ആർക്ക് വേണ്ടി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അലയുകയാണ് ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ. കേസിൽ പ്രതിയായ കക്ഷി പറയുന്നു അവർ തടയില്ലെന്ന്. അവർക്കങ്ങനെ തടസ്സമില്ലെങ്കിൽ പിന്നെ സർക്കാരിന് എന്താണ് തടസ്സം? കോടതി പറഞ്ഞ കഴിവുകേട് നാണക്കേടല്ലേ സർക്കാരിനും പോലീസിനും? എന്തുകൊണ്ടത് തിരിച്ചറിയുന്നില്ല? രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് പ്രധാനമെന്ന് ഒരു ജനാധിപത്യ സർക്കാരിനോട് കോടതിക്ക് പറയേണ്ടി വരുന്നത് എന്തൊരു ഗതികേടാണ്! എത്ര ദയനീയമാണ്! നിയമവും നീതിയും അനുസരിച്ച് കോടതി വിധികൾ മാനിച്ച് നിലകൊള്ളുന്നതാണോ ഓർത്തഡോക്സ് സഭ ചെയ്ത അപരാധം? ഏതായാലും കോടതിയിൽ യാക്കോബായ വിഭാഗമോ സംസ്ഥാന സർക്കാരോ യാതൊരു തടസ്സവും ഉന്നയിക്കാത്ത സ്ഥിതിക്ക് വിധി നടത്തിപ്പ് നീട്ടിക്കൊണ്ടു പോകുന്ന സർക്കാർ നടപടിക്ക് പിന്നിൽ എന്തു അന്തർധാരയാണ് ഉള്ളതെന്ന് ഓർത്തഡോക്സ് സഭ വിശ്വാസികൾക്കറിയണം. കോടതിയോടുള്ള വെല്ലുവിളിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഈ 2 ആഴ്ചയ്ക്ക് എത്ര നാളത്തെ നീളം കാണും? ലോകാവസാനത്തോളം ഉണ്ടാകുമോ? ഒരു സംശയമാണ്.